Okay, question. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm when it's rest on the ground on one of the edges of base and the axis inclined 35 degree to ground and parallel to VP. നോർമലി 20 മാർക്സിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനിൽ വിപിഡ് ഇംഗ്ലീഷിനോട് വരാം. ഇത് വിപിഡ് ഇംഗ്ലീഷ് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 20 മാർക്സിന് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ, അതായത് ഒരു പ്ലെയിന് മാത്രമാണ് ഇംഗ്ലണ്ട്, HP മാത്രമുള്ള ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത്, VP പാരലാണ്. അപ്പം ഫ്രണ്ട് വ്യൂ, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ ടോപ്പ് വ്യൂ, ദെൻ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫ്രണ്ട് വ്യൂ, സെക്കൻഡ് ഫ്രണ്ട് വ്യൂ, അതിൻ്റെ ടോപ്പ് വ്യൂ, ഇത്രയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ബേസ് സൈഡ് എന്ന് പറഞ്ഞാൽ 20 mm ആണ്. ബേസ് 20 mm, അതായത് 20 mm ബേസ്. ഇതിന് ഹൈറ്റ് എന്ന് പറയുന്നത് ആക്സിസിൻ്റെ ലെങ്ത് 50 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് ഫിയർ വരയ്ക്കാം. നമ്മൾ നേരത്തെ തന്നെ നോക്കിയായിരുന്നു ബേസ് ഫിയർ എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, ഇത് HP റെസ്റ്റ് ചെയ്യുന്നൊരു സോൾഡാണ്. അപ്പോൾ എപ്പോഴും ബേസ് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം ഒരു എക്സ് ലൈൻ വരച്ചു. ഹെക്സാഗണൽ പ്രിസം നമുക്ക് വേണ്ട കറക്റ്റ് ഡേറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ ബേസും ഹൈറ്റും, ബേസിൻ്റെ ലെങ്തും ഹൈറ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ HP റെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. റെസ്റ്റിംഗ് ഓൺ ഗ്രൗണ്ട് ഓൺ വൺ ഓഫ് ദി എഡ്ജസ് ഓഫ് ബേസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് ദി എഡ്ജസ് ഓഫ് ബേസ്, ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബേസ് എഡ്ജ് റെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഹെക്സാഗണൽ പ്രിസം ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ ബേസ് എഡ്ജ് വെച്ച് റെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ, അതായത് ഈ ഒരു ടോപ്പ് വരുന്ന രീതിയിൽ ബേസ് ഫിഗർ സെറ്റ് ചെയ്യുക. ബേസ് എഡ്ജ് വേണം റൈറ്റ് സൈഡ് വരാൻ. ഓക്കെ, ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ HP റെസ്റ്റ് ചെയ്യുന്നൊരു സോൾഡാണിത്. then അടുത്ത് എന്താ ചെയ്യേണ്ടത്? HP ഇൻക്ലിനേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. അപ്പോൾ എന്ത് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ടു ഇവിടെ സെൻട്രൽ വരെ ലൈനാണ്. അപ്പോൾ ഈ ആക്സിസിന് നേരെ 35 ഡിഗ്രി, ആക്സിസ് HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ, ഈ ആംഗിൾ 35 ഡിഗ്രി ആകുന്ന വരെ ടിൽറ്റ് ചെയ്യുക. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. അതായത് ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ വേണം, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു ആൻഡ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്ത് ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് തരുന്ന രീതിയിൽ ബേസ് ഫിഗർ സെറ്റ് ചെയ്തു. ദെൻ ആക്സിസ് ഇൻക്ലിനേഷൻ പറഞ്ഞിട്ടുണ്ട്, ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ സെറ്റ് ചെയ്തപ്പോൾ ഇതാണ് ഫിഗർ വരിക. ഈ ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എന്തായാലും നമുക്ക് ഈ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഫ്രണ്ട് വ്യൂ കിട്ടുക. ദെൻ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് വരയ്ക്കാം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹെക്സാഗൺ ആണ്. ഓക്കെ, ഹെക്സാഗണിൻ്റെ ടോപ്പിൽ നമുക്ക് ഹെക്സാഗണിൻ്റെ ആംഗിൾ നമുക്കറിയാം 120 ഡിഗ്രിയാണ്. അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ സർക്കിൾ വെച്ചും വരയ്ക്കാം. ഇപ്പോൾ 20 mm ആണ് ഹെക്സാഗണിൻ്റെ ബേസ് എങ്കിൽ 20 mm റേഡിയസ് ആക്കിക്കൊണ്ടൊരു സർക്കിൾ വരയ്ക്കുക. 20 mm റേഡിയസ് എടുക്കുക, ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് വേണ്ടതിനി ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണം. ബേസ് എഡ്ജ് റൈറ്റ് സൈഡ് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡയമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമീറ്റർ മാർക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് ഈ പോയിൻറ്റ്സിൽ നിന്ന് 20 mm ആണല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലും ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി ഈ പോയിന്റിൽ നിന്നും ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ കിട്ടുന്ന പോയിൻറ്റ്സ് ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഗുലർ ഹെക്സാഗണൽ പ്രിസം കിട്ടി. ഇത് പറ്റുന്നില്ലെങ്കിൽ 120 ഡിഗ്രി എടുത്ത് വരയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഇതിനെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി എല്ലാം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഹെക്സാഗണൽ പ്രിസമാണ്, അപ്പം സെൻറ്റർ ഡാർക്ക് ആയിരിക്കില്ല, അതായത് ഈ ലൈൻസ് ഒന്നും കാണില്ല, ഡയഗണൽസ്
ഡയഗണൽസ് ഒക്കെ തിന്നായിട്ട് വേണം വരയ്ക്കാൻ. പിരമിഡ് ആണെങ്കിലാണ് നമ്മൾ ഡയഗണൽസ് തിക്കായിട്ട് വരയ്ക്കുന്നത് പറഞ്ഞത്. ഇവിടെ ഡയഗണൽസ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗണൽസ് വരച്ചതാണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തു. സെൻറ്റർ ഇവിടെ തന്നെ ആയിരിക്കും വരിക. ദെൻ ഹൈറ്റ് നമുക്കറിയാം 50 mm. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 50 mm മുകളിൽ ഹൈറ്റ് മാർക്ക് ചെയ്യുക. സെൻറ്റർ ലൈനിലാണ് ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. 50 mm ആണ്. ഓക്കെ, 50 mm മുകളിലേക്ക് ആക്സിസിൻ്റെ ചെയിൻ തിൻ ലൈൻസ് വരച്ചു. ഇനി പ്രസവമായതുകൊണ്ട് റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ റെക്റ്റാങ്കിൾ നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് ഫിഗർ എന്ന് പറയുന്നത്. ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ എക്സ്റ്റേണൽ പ്രസത്തിൻ്റെ ബേസ് ഫിഗർ വെച്ച്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെയിമിംഗ് ആണ്. ഓക്കെ, നെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ബേസിൽ നെയിം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ബേസ് ഷേപ്പ് എവിടെയാണ് കാണുന്നത് അതിൽ നെയിം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, ഇവിടെ ബേസ് ഷേപ്പ് കാണുന്നത് ഈ ഒരു ഷേപ്പാണ്. അതായത് ഈ ഒരു എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ടോപ്പ് ആണ്. ഈ എഡ്ജ് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കാണുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നെയിം ചെയ്ത് പോകും. അപ്പം ഈ ഒരു കോർണർ A B C D E F 2 ബേസ് ഉണ്ട്. താഴെയുണ്ട്, മുകളിലും താഴെയും ബേസ് ഉണ്ട്. നമ്മൾ 2 ബേസിന് നെയിം ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് A B C D E F എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ താഴെ എയുടെ നേരെ താഴെ P Q R S T U അങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ A ഇവിടെ P ഇവിടെ. അപ്പോൾ ടോപ്പിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഷേപ്പാണ്. ടോപ്പിൽ കാണുന്നത് ഇവിടെ A ആണ് കാണുന്നത്. അപ്പോൾ A B C D. അപ്പോൾ അതുപോലെ നെയിം ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാണ്. ഇവിടെ വരുമ്പോൾ A B C D E F ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്കറിയാം A ഈ ഒരു പോയിൻ്റ് ആണെങ്കിലും എയുടെ ബാക്കിൽ P ഉണ്ട്. പക്ഷേ P ടോപ്പിൽ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ വിസിബിൾ അല്ലാന്ന് കാണിക്കാൻ വേണ്ടി P എന്നെഴുതി ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ ബിയുടെ പുറകിൽ Q ഉണ്ട്. P Q R S T U. ഓക്കെ, അപ്പം ടോപ്പ് വ്യൂവിലെ നെയിമിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഏതായിരിക്കും വിസിബിൾ എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം മുകളിലത്തെ ബേസാണ് നമ്മൾ ABC എടുത്തത്, താഴത്തെയാണ് PQRS എടുത്തത്. അപ്പോൾ ഫ്രണ്ട് വരുമ്പോൾ ഇതായിരിക്കും ഫ്രണ്ട് വ്യൂവിൻ്റെ ഷേപ്പ് വരിക. ഈ ഒരു ട്രയാങ്കിളാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഷേപ്പ്. അപ്പോൾ മുകളിൽ കാണുന്നത് ABCD എന്നുള്ള ബേസ് ആയിരിക്കും, താഴെ കാണുന്നത് PQRS എന്നുള്ള ബേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ മുകളിലത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത് ടോപ്പ് വ്യൂവിൽ വിസിബിൾ, അതായത് ABCDയുടെ ബേസാണ്. ഇതെന്ന് പറഞ്ഞാൽ PQRSTയുടെ ബേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ABCDയുടെ ഏതൊക്കെ പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ A ഉണ്ട്, F ഉണ്ട്. ഓക്കെ, എയും എഫും, അതായത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. അപ്പോൾ ആക്ച്വലി ഇതാണ് പോയിൻ്റ് A പറഞ്ഞത്. ABCD ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്തത്. അപ്പോൾ A ഇവിടെ വന്നു, BCDEF. ഓക്കെ, എയുടെ ഇതാണ് ഷേപ്പ് ABCDEF. അപ്പോൾ എയുടെ നേരെ പുറകിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ABCDEF. അപ്പോൾ A ഇവിടെ ഉണ്ട്, അതിൻ്റെ ബാക്കിൽ F ഉണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ A ആയിരിക്കും കാണാൻ പറ്റുക, പക്ഷേ എയുടെ പുറകിൽ F ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എയുടെ ഫ്രണ്ട് വ്യൂ A' എന്നും കൊടുക്കും, എഫിൻ്റെ ഫ്രണ്ട് വ്യൂ F' എന്ന് കൊടുക്കും, എന്നിട്ട് F' ബ്രാക്കറ്റിൽ കൊടുക്കും, കാരണം F' വിസിബിൾ അല്ല. ഇവിടെ നോക്കുമ്പോൾ A ആണ്, ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ A ആണ് വിസിബിൾ, പുറകിൽ ഇവിടെയാണ് F ഉള്ളത്. അപ്പോൾ AF എന്ന് കൊടുത്തു. ഇനി അടുത്ത് ഇത് B ആണ്. B വിസിബിൾ ആണ്, ബിയുടെ ബാക്കിൽ CDE ഉണ്ട്. B വിസിബിൾ ആണ്, C വിസിബിൾ ആണ്, സിയുടെ ബാക്കിൽ D ഉണ്ട്. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ്ങിൽ ഇവിടെ C' വരും, D' വരും, D വിസിബിൾ ആയിരിക്കില്ല, അതിന് ഇവിടെ B' വരും, E' വരും. കാരണം ഇവിടെ നോക്കുക, ഇപ്പോൾ ഇതിൽ വരുന്ന ABCDയുടെ ബേസ് അതൊക്കെ B ഉണ്ട്, E ഉണ്ട്. അപ്പോൾ B' E'. ഇനി ഏതാണ് വിസിബിൾ എന്നറിയാൻ വേറെ സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഇവിടെ നിന്നാണ് ഒന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ഫ്രണ്ടിലേക്ക് എത്താൻ വേണ്ടി ടോപ്പ് വ്യൂവിൻ്റെ ഈ ഡയറക്ഷനിലാണ് നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 2 ബേസ് പോയിൻറ്റ്സ് ആണുള്ളത്, ബിയും ഇയും.
ഇവിടുത്തെ കേസാണ് പറയുന്നത്. ബിയും ഇയും ഉണ്ട്. ഇപ്പം ഒബ്സർവറിന് നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് വിസിബിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ബി ആണ് ഒബ്സർവറിന് അടുത്ത്, ഈ ഡിസ്റ്റൻ്റ് ആണ്. ഇപ്പം അടുത്തുള്ള പോയിന്റ്സ് വിസിബിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ബി ഡാഷ് വിസിബിൾ ആയിരിക്കും, ഈ ഡാഷ് ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോഴാണ് ബേസ് ഫിഗർ കംപ്ലീറ്റ് ആവുക. ഇനി അടുത്തത് HP-യുടെ ഇൻക്ലിനേഷൻ കണ്ടീഷൻ നോക്കാം. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. ഓക്കെ, അതാണ് വേണ്ട പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു ഗ്രൗണ്ട്. അതിന് പാരലൽ ടു VP ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആക്സിസ് ലൈനെ 30 ഡിഗ്രി ഗ്രൗണ്ട്, അതായത് HP ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കണം. ബാക്കി ഡയമെൻഷൻസും ഒന്നും മാറാൻ പാടില്ല, ഡയമെൻഷനും ആംഗിൾസും ഒന്നും മാറില്ല. ഓക്കെ, ഈ സെയിം ഡയമെൻഷൻ വെച്ചിട്ട് ഓറിയൻറ്റേഷൻ മാത്രം ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP, അത് നേരെയാണ് ഇരിക്കുന്നത്. HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്സിസ് ഇരിക്കുക. ഓക്കെ, അതിനെ നേരെ ഇൻക്ലൈൻ ചെയ്ത് 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 35 ഡിഗ്രി ആക്സിസ് നേരെ ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് 35 ഡിഗ്രി ലൈൻ വരയ്ക്കുക. കാരണം 35 ഡിഗ്രി ലൈനിലാണല്ലോ ആക്സിസ് വേണ്ടത്. ഓക്കെ, പ്രിസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് പറയാം, 35 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രിയാണ്. ഓക്കെ, 35 ഡിഗ്രി ആംഗിൾ വരച്ചു. ദെൻ നമുക്ക് ഈ ഫ്രണ്ട് അതുപോലെ ചരിച്ച് വരയ്ക്കണം. പ്രിസം ആയതുകൊണ്ട് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ് എന്തായിരിക്കും, 35 ഡിഗ്രി തന്നെ ഇൻക്ലൈൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം കാരണം നമ്മൾ 35 ഡിഗ്രി ചരിച്ച് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. ഓക്കെ, ഇവിടുത്തെ നെയിം നമ്മൾ ചെയ്തില്ല. ഇവിടെ നോക്കുമ്പോൾ P ഉണ്ട്, U ഉണ്ട്. അതിൽ P ആയിരിക്കും വിസിബിൾ, U വിസിബിൾ ആയിരിക്കില്ല. പിന്നെ ഇവിടെ നോക്കുമ്പോൾ Q T ഉണ്ട്, Q ഡാഷ് വിസിബിൾ, T വിസിബിൾ ആയിരിക്കില്ല. ദെൻ RS ഉണ്ട്, R വിസിബിൾ ആയിരിക്കും, S വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചരിച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ്, ഈ RS എന്നുള്ള ഈ പോയിന്റ് XY ലൈനിൽ തന്നെ ആയിരിക്കണം. ആ രീതിയിലാണ് ആക്സിസ് ചരിച്ച് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രിസം ആയതുകൊണ്ട് ഈ ലൈൻ എന്തായിരിക്കും, 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്രിസം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്. പിരമിഡ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആക്സിസിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലെങ്ത് അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ചെയ്യുന്നത് ഇവിടെ അല്ല കേട്ടോ, ഡയമെൻഷൻ ചെയ്യുമ്പോൾ ആക്സിസിന് തന്നെ വേണം ചെയ്യാൻ. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 90 ഡിഗ്രി നമുക്ക് റെക്റ്റാങ്കിൾ ആണല്ലോ വരയ്ക്കേണ്ടത്. റെക്റ്റാങ്കിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി പോയിൻറ്റ്സ് എടുക്കുക. ഡിഗ്രി എടുത്തു. ഇനി ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കി. ഈ പോയിന്റ് ഏതാ, R', S' ആണ്. നമ്മൾ മാറ്റി അടിക്കുമ്പോൾ R1 കൂടെ കൊടുക്കുക. R1', S1'. അപ്പോൾ ഇത് C1', D1'. ഓക്കെ, ദെൻ ബാക്കി ഈ ലെങ്ത് എടുത്താൽ മതി. ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെയും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അവിടുത്തെ 2 പോയിൻറ്റ്സും കിട്ടി. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ കംപ്ലീറ്റ് ഇൻക്ലൈൻഡ് ആക്കി വരച്ചു. ദെൻ ഈ ഒരു സെൻട്രൽ ലൈനും വേണം. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതാണ് നമ്മുടെ മെത്തേഡ്. ഫസ്റ്റ് ബേസ് ഫിഗർ വരച്ചു, ദെൻ ഒരു ഇൻക്ലിനേഷൻ വരയ്ക്കുക. ഇതുവഴിയാണ് ആക്സിസ് പാസ് ചെയ്യുക. ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ വരച്ചു. ഓക്കെ, പക്ഷേ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചെയ്യരുത്. കാരണം ക്വസ്റ്റ്യനിൽ ആക്സിസിൻ്റെ കണ്ടീഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വേണം ഡയമെൻഷൻ ചെയ്യാനായിട്ട്. അവിടെ 35 ചെയ്തതിന് പകരം നമ്മളിങ്ങനെ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 35 ഡിഗ്രി ആക്സിസിൽ തന്നെയായിരിക്കണം ചെയ്യാം. ഓക്കെ, അതിൻ്റെ നെയിമിങ് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. സെയിം നെയിമിന് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
നെക്സ്റ്റ് ടോപ്പ് വ്യൂ വരയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ ഫ്രണ്ടിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സും താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓരോ പോയിൻറ്റ്സ് നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇത് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. നമ്മൾ എക്സാം ടൈമിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതിലിതൊക്കെ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സിൽ നിന്നെല്ലാം നേരെ താഴേക്ക് ലൈൻസ് വരച്ചു. ദെൻ അതുപോലെ കറസ്പോണ്ടിങ് ഇവിടുത്തെ പോയിൻറ്റ്സിൽ നിന്ന് നേരെ റൈറ്റിലേക്ക് എടുക്കാം. ഓക്കെ, സെൻറ്ററിൽ നിന്നും കൂടെ പോയിൻ്റ് എടുക്കുക, സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി പോയിൻറ്റ്സ് എടുക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം പി എന്നുള്ള പോയിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ പി ഇവിടെയാണ്. പി നിന്ന് നേരെ താഴെ വരെ നോക്കുക, ഈ സൈഡിലുള്ള പി നോക്കുക. ഇവിടുന്ന് പി ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്നുള്ള പി എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് നേരെ പി, ഇപ്പോൾ P1 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ പിയും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പി എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, P1 മാർക്ക് ചെയ്തു. ദെൻ Q എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഇവിടുത്തെ Q1, ദെൻ R, ഇവിടുത്തെ R നോക്കുക, R1, കറസ്പോണ്ടിങ്ങിൽ ബാക്കി പോയിൻറ്റ്സ്. അതുപോലെ ഇവിടെ Oയുടെ നോക്കുക, ഇത് സെൻറ്റർ ആക്സിസിൻ്റെ ലൈനാണ്. ഇപ്പോൾ നമുക്ക് O1 എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. O1 കാരണം ഇത് ഇവിടെ തന്നെയാണ് ആക്സിസും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഔട്ട്ലൈൻസ് എല്ലാം ഡാർക്ക് ആക്കുക. ഔട്ട്ലൈൻസിൽ വരുന്ന പോർഷൻ എപ്പോഴും ഡാർക്ക് അല്ലെങ്കിൽ തിക്കായിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഔട്ട്ലൈൻസ് മാർക്ക് ചെയ്തു. ദെൻ വേണമെങ്കിൽ നമുക്ക് ആക്സിസ് കൂടെ മാർക്ക് ചെയ്താൽ ആക്സിസ് ലൈനും മാർക്ക് ചെയ്തു. ദെൻ നോക്കേണ്ട കാര്യം ഈ ഡയറക്ഷനിൽ നിന്നാണ് ഒബ്സർവർ, അതായത് ഫ്രണ്ട് വ്യൂ നമുക്ക് ടോപ്പ് വ്യൂ മുകളിൽ നിന്നാണ് നോക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ ഈ ബേസാണോ വിസിബിൾ എന്ന് നോക്കാം. മുകളിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ബേസാണ് അടുത്തുള്ളത്, അപ്പോൾ ഈ ബേസാണ് വിസിബിൾ. അപ്പോൾ ആ ബേസിൻ്റെ പോയിൻറ്റ്സ് എല്ലാം ഡാർക്കാക്കി ജോയിൻ ചെയ്യാം. അപ്പം മുകളിലത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ABCD ആണ്. ആ ബേസിൻ്റെ എക്സാൻ്റെ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഡാർക്കാക്കി ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വിസിബിൾ ആയിരിക്കില്ല, അത് ഡോട്ടഡ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. ഇപ്പം മറ്റേ ബേസിൻ്റെ പോയിൻറ്റ്സ് PQRST എന്നുള്ള ബേസ് വിസിബിൾ അല്ല. ഓക്കെ, അതപ്പം ഡോട്ടഡ് ആയിട്ട് ജോയിൻ ചെയ്യും. ഇനിയും ചെയ്യേണ്ടത് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള എഡ്ജസ് നോക്കുക. ഇപ്പോൾ APEU ഈ എഡ്ജസൊക്കെ ഒബ്സർവറിന് അടുത്താണ്, അപ്പോൾ അത് വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ വിസിബിൾ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന എഡ്ജസ് വിസിബിൾ ആണെന്നുള്ള രീതിയിൽ എടുക്കുക. ഇപ്പോൾ F1 വിസിബിൾ ആണ്, U1 വിസിബിൾ ആണ്, രണ്ടും വിസിബിൾ ആയതുകൊണ്ട് അത് ജോയിൻ ചെയ്യുന്നത് വിസിബിൾ ആയിരിക്കും. അതുപോലെ AP. പിന്നെ DS ഉണ്ട്. DS എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക ഒബ്സർവറിന് ഡിസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഓർക്കുക S1 എന്നുള്ള പോയിന്റ് വിസിബിൾ ആയിരുന്നില്ല. അതുപോലെ R1 വിസിബിൾ അല്ല. അപ്പം ഇത് തമ്മിലുള്ള ലൈൻസ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത്. നമുക്ക് നോർമൽ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഫിഗർ കൂടെ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് മാത്രം. ഇപ്പോൾ ഈ കേസിലാണ് HPയുടെ ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ വരച്ചത്. ആദ്യം ബേസ് ഫിഗർ ഓൺ HP ബേസ് ഫിഗർ വരച്ചു. ദെൻ തീറ്റ HPയുടെ ഇൻക്ലിനേഷൻ വരച്ചു. ഇത്രയാണ് നമ്മൾ വരച്ചത്. നോർമൽ ഒരു ക്വസ്റ്റ്യനോടെ വരുവാണെങ്കിൽ ഇനി ഒരു VPയുടെ ഇൻക്ലിനേഷനോടെ വരും. അപ്പോൾ അതും വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഫുൾ ലെങ്ത് പ്രോബ്ലം ആയിട്ട് കാണാം. താങ്ക് യു.